കേരളത്തിൻ്റെ ആദരണീയനായ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗ യാത്ര 8 ജില്ലകൾ കടന്ന് 9ാമത്തെ ജില്ലയായ ഇടുക്കി ജില്ലയിൽ ഇന്ന് പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഉടൻ തന്നെ നമ്മുടെ ഈ സമ്മേളന വേദിയിലേക്ക് എത്തിച്ചേരും. നമ്മുടെ നേതാക്കന്മാരെല്ലാവരും തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ദൗത്യമാണ് ഇന്ന് കേരളത്തിൽ പ്രതിപക്ഷത്ത് പ്രവർത്തിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി വരുന്ന 5 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ മുന്നണി ഈ സംസ്ഥാനത്തിൻ്റെ സമസ്ത മേഖലകളിലും വരുത്തിയ വലിയ കുറവുകൾ അതിന് പരിഹാരം കാണുക എന്നുള്ളതാണ് ഐക്യജനാധിപത്യ മുന്നണി ഏറ്റെടുക്കാൻ പോകുന്ന വലിയ ദൗത്യമെന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, നാളിതുവരെ കേരളം കേൾക്കാത്ത, കാണാത്ത സംഭവവികാസങ്ങളാണ് ഈ സംസ്ഥാനത്തുണ്ടായത്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, നമ്മളുടെ ഏറ്റവും പാവനമായ, ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും അനന്യമെന്ന് വിശേഷിപ്പിക്കാവുന്ന തീർത്ഥാടന കേന്ദ്രം കുമളിയിൽ നിന്ന് ഞാൻ സംസാരിക്കുമ്പോൾ 10,000-കണക്കിന് അയ്യപ്പ ഭക്തന്മാരാണ് ഈ കുമളി വഴി ശബരിമലയിലേക്ക് പോകുന്നത്. നിങ്ങളൊക്കെ അവരുമായി എപ്പോഴും ആ ശബരിമല സീസൺ കാലത്ത് ബന്ധപ്പെടുന്നവരാണ് ഈ കുമളിയിലെ ജനങ്ങൾ. അപ്പൊ ഇത്ര ഭക്തി തീവ്രതയോടുകൂടി ഭക്തന്മാർ ദശലക്ഷങ്ങൾ വരികയും ആരാധിക്കുകയും ചെയ്യുന്ന ആ പുണ്യസ്ഥലത്ത് പോലും ഇടതുപക്ഷ മുന്നണി ഭരണത്തിലുണ്ടായ അപജയങ്ങൾ, അത് ഈ സംസ്ഥാനത്തെ, ഈ രാജ്യത്തെ, ലോകത്തെമ്പാടുമുള്ള വിശ്വാസികളെ വ്രണപ്പെടുത്തിയ സംഭവങ്ങളാണ് നമ്മൾ നിത്യേന എന്നോണം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെയൊക്കെ ഇവിടെ എത്ര നിസ്സാരവൽക്കരിച്ചാണ് ഇന്ന് ഈ കാര്യങ്ങളൊക്കെ നല്ല നിലയിൽ നോക്കി നടത്താൻ ജനങ്ങൾ തെരഞ്ഞെടുത്ത് ചുമതലപ്പെടുത്തിയ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ്, പിണറായി വിജയൻ ഗവൺമെന്റ് അതിനോടൊക്കെ പ്രതികരിക്കുന്ന രീതി നമ്മൾ കാണുന്നുണ്ട്. ആചാരങ്ങൾ തകർക്കാനുള്ളതാണ്, ലംഘിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രിയാണ് ഈ സംസ്ഥാനത്ത് ഭരണം നടത്തുന്നത്. പിന്നെ എങ്ങനെയാണ് വിശ്വാസികൾ പാവനമായി കാണുന്ന ഈ ആരാധനാലയങ്ങൾ സംരക്ഷിക്കപ്പെടുക? ആചാരങ്ങൾ ലംഘിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്ത് നമുക്കെങ്ങനെയാണ് ഒരു മെച്ചപ്പെട്ട സമീപനം പ്രതീക്ഷിക്കാൻ കഴിയുക? നമ്മൾ ആലോചിക്കണം. ഇവിടെ ഇപ്പോ വന്ന് നമ്മൾ കണ്ടല്ലോ, സർവത്ര അഴിമതിയും ധൂർത്തുമാണ് ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷക്കാലത്താണ് എനിക്ക് നടന്നിട്ടുള്ളത്. ആഗോള അയ്യപ്പ സംഗമം നടത്തിയവര് ഇപ്പോൾ അതിന്റെ കൃത്യമായിട്ടുള്ള കണക്ക് ബോധിപ്പിക്കാൻ പോലും കഴിയാതെ നിസ്സഹായരായി നിൽക്കുകയാണ്. 3 തരം കണക്കുകളാണ് രംഗത്ത് വന്നിട്ടുള്ളത്. തുടക്കത്തിൽ എന്താണ് പറഞ്ഞത്? കോടതി
ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് കൃത്യമായി പറഞ്ഞു, സംഗമമൊക്കെ നടത്തിക്കൊള്ളുക, പക്ഷേ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണമെടുക്കാൻ പാടില്ല, ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്ന് പണമെടുക്കാൻ പാടില്ല. ഇവരെന്താ പറഞ്ഞത്? ഞങ്ങൾ ഒരു നയാ പൈസ പോലും സംസ്ഥാന ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്നോ ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്നോ എടുക്കില്ല, ഞങ്ങൾ ഇതിനെല്ലാം സ്പോൺസർമാരെ കണ്ടെത്തും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് എന്താണ്? ദേവസ്വത്തിന്റെ ഫണ്ടിൽ നിന്ന് 3 കോടി രൂപ ഇതിന്റെ നടത്തിപ്പുകാരായി ഇതിന്റെ ചുമതലകൾ ഏറ്റെടുത്ത ഇതിന്റെ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിന് കൊടുത്തു എന്ന് പറയുമ്പോൾ ദേവസ്വത്തിന്റെ മന്ത്രി ഇപ്പോഴും പറയുന്നത് അത് ഞങ്ങൾ തിരിച്ചടയ്ക്കും, ഞങ്ങളത് സ്പോൺസർമാരെ കണ്ടെത്തും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏത് സ്പോൺസറാണ് ഇനി ശബരിമലയിൽ പണം മുടക്കാനായിട്ട് വരിക? കാരണം വർഷങ്ങൾക്ക് മുൻപ് വ്യവസായി ശ്രീ വിജയ് മല്ലയ്യ കൊടുത്ത 30 കിലോയിൽ അധികം വരുന്ന സ്വർണത്തിന് ഇപ്പൊ കണക്കില്ല. അതെവിടെ പോയെന്ന് പോലും ആർക്കും അറിയില്ല. ഉത്തരവാദിത്തപ്പെട്ടവർ സ്വർണം ചെമ്പാക്കുന്നു, രേഖകൾ തിരുത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവരൊക്കെ ജയിലിൽ പോയത് നമ്മൾ കാണുകയുണ്ടായി. പക്ഷേ കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണെങ്കിൽ പോലും അവർക്ക് കാര്യക്ഷമമായി അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കൊടുക്കാൻ കഴിയാതെ വന്നതുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയിട്ടുള്ളത്. അതിലൊക്കെ മറ്റു രീതിയിലുള്ള എന്തെങ്കിലും ഇടപെടലുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചാൽ ആർക്കെങ്കിലും തെറ്റു പറയാൻ കഴിയും. അപ്പൊ ഈ സംസ്ഥാനത്ത് നമ്മൾ വളരെ പാവനമായി കാണുന്ന എല്ലാറ്റിനെയും ദുരുപയോഗം ചെയ്യുന്ന ഒരു സമീപനം, അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങൾ എന്തും ചെയ്യും എന്നുള്ള സമീപനം. അത് ഈ കാര്യത്തിൽ മാത്രമല്ല, ഈ ഭരണം തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ കാണുന്നതാണ്. ഈ മലയോര മേഖലയിലെ ജനങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നീതി പാലിക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ടോ? ഈ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ 5 സീറ്റുകളിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ 4ലും ജനങ്ങൾ വിജയിപ്പിച്ച് അയച്ചത് പ്രതീക്ഷയോട് കൂടി തന്നെ ആയിരിക്കും. മലയോര മേഖലയിലെ അടിസ്ഥാന പ്രശ്നങ്ങളായിട്ടുള്ള പട്ടയം, വന്യമൃഗശല്യം തുടങ്ങിയ കാര്യങ്ങൾക്ക്, ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ ജനങ്ങൾക്കുണ്ടായി. പക്ഷെ എല്ലാ കാര്യങ്ങൾക്കും ഒരുതരം കബളിപ്പിക്കൽ സമീപനമാണ്. വന്യമൃഗ പ്രശ്നം തന്നെ എടുക്കുക. ഏറ്റവും ഒടുവിൽ ഭരണം വിട്ടൊഴിയാൻ സമയമായപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് ഏതാണ്ട് 1500-ലധികം മരണം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് വന്യമൃഗ ആക്രമണങ്ങൾ മൂലം. പക്ഷെ ഭരണം വിട്ടൊഴിയാറായപ്പോൾ ഒരു പുതിയ നിയമം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. എന്താണ് പറയുന്നത്? ചരിത്രത്തിൽ ആദ്യമായി കേന്ദ്ര നിയമത്തിന് ബദലായി ഞങ്ങൾ ഇവിടെ വന്യമൃഗ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടി നിയമനിർമ്മാണം നടത്തി എന്നാണ് അവകാശപ്പെടുന്നത്. നിയമം വെറുതെ നിർമ്മിച്ചാൽ മാത്രം മതിയോ? പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായോ എന്നുള്ളതാണല്ലോ ഏറ്റവും അടിസ്ഥാന പ്രശ്നം. ഇവിടെ മുഖ്യമന്ത്രി സ്ഥിരം പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ MP-മാരുടെ യോഗം വിളിക്കുമ്പോൾ അദ്ദേഹം പറയും, നിങ്ങൾ MP-മാര് കേന്ദ്ര ഗവൺമെന്റിനോട് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെടണം. അത് ഭേദഗതി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ കഴിയും എന്നാണ് പറയുന്നത്. നമ്മുടെ ഇവിടുത്തെ പ്രിയങ്കരായ MP ശ്രീ ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും എത്രയോ വട്ടം പാർലമെന്റില് ഈ വിഷയം ഉന്നയിച്ചിരിക്കുന്നു. കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ശ്രീ ഭുവനേന്ദ്ര യാദവുമായി ഞങ്ങൾ നേരിട്ട് ചർച്ചകൾ എത്രയോ വട്ടം UDF MP-മാർ നടത്തിയിരിക്കുന്നു. അദ്ദേഹം ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. എന്തിനാണ് നിങ്ങളുടെ ഗവൺമെന്റ് ഇങ്ങനെ ഈ നിയമം ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത്?
1972 വന്യജീവി സംരക്ഷണ നിയമത്തിൽ കൃത്യമായ വ്യവസ്ഥകളുണ്ടല്ലോ. അദ്ദേഹം പറയുന്നത്, അതല്ലെങ്കിൽ ആ നിയമത്തിലെ വ്യവസ്ഥകൾ എന്ന് പറയുന്നത്, വന്യജീവികളുടെ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ നിലവിലുള്ള നിയമത്തിൽ ഓരോ സംസ്ഥാനത്തെയും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ, ആ വാർഡൻ അധികാരമുണ്ട്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എന്ന് പറയുന്ന ഉന്നതനായ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന് അധികാരമുണ്ട്. ഓരോ സ്ഥലത്തെയും സാഹചര്യങ്ങൾ നോക്കി തീരുമാനമെടുക്കുക. എന്ത് ചെയ്യണം? വെടിവെക്കണോ? പിടിക്കണോ? സ്ഥലം മാറ്റണോ? അത് തീരുമാനിക്കേണ്ടത് ആ ഉദ്യോഗസ്ഥനാണ്, ആ സംസ്ഥാനത്തെ ആ ഉദ്യോഗസ്ഥനാണ്. നിലവിലെ വ്യവസ്ഥകളുണ്ടല്ലോ. ഞങ്ങൾ എത്രയോ പ്രാവശ്യം സംസ്ഥാനങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. നിങ്ങളുടെ സംസ്ഥാനത്തിനും എഴുതിയിട്ടുണ്ട്. അയച്ച കത്തിന്റെ കോപ്പിയും ഞങ്ങൾക്ക് തരികയുണ്ടായി. ഞാൻ ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് വിചാരിക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഈ കാര്യത്തിൽ ഒരു തീരുമാനം സ്വതന്ത്രമായി എടുക്കും? അക്രമകാരിയായിട്ടുള്ള ഒരു ആനയെ വെടിവെക്കാൻ അല്ലെങ്കിൽ ഒരു കടുവയെ വെടിവെക്കാൻ സ്വതന്ത്രമായി ഒരു ഉദ്യോഗസ്ഥൻ ഒരു തീരുമാനം എടുക്കുമെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ സംസ്ഥാനത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ വെക്കുന്നത് ഞങ്ങളല്ല, ഞങ്ങൾ കേന്ദ്രത്തിൽ നിന്നല്ല. നിങ്ങളുടെ സർക്കാർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വനം വകുപ്പിലെ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനെയാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എന്നുള്ള പോസ്റ്റിലേക്ക്, എന്നുള്ള തസ്തികയിലേക്ക് നിയമിക്കുന്നത്. ആ ഉദ്യോഗസ്ഥനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ സർക്കാരിനാണ്. നിങ്ങൾ തെരഞ്ഞെടുത്ത് ചുമതല ഏൽപ്പിച്ചിട്ടുള്ള നിങ്ങളുടെ സർക്കാരാണ് ആ ഉദ്യോഗസ്ഥനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കേണ്ടത്. അത് ചെയ്യിക്കാതെ ഞങ്ങളോട് ഇവിടെ വന്ന് പരിഭവം പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് നിലപാടെടുക്കാം, തീരുമാനമെടുക്കാം. അതിനാരാണ് ഇവിടെ തടസ്സം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി എന്താ പറയുന്നത്? ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, കേന്ദ്ര നിയമമുണ്ട്, കേന്ദ്ര നിയമത്തിൽ കമ്മിറ്റി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആനയും കടുവയൊക്കെ വന്ന് അക്രമം നടത്തി പോയിരിക്കും. ഇതാണ് മുഖ്യമന്ത്രി സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വനം വകുപ്പിലെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്കും ഇത് തന്നെയാണ് പറയാനുള്ളത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഇവിടെ അടുത്താണല്ലോ വണ്ടിപ്പെരിയാർ. വണ്ടിപ്പെരിയാറിൽ കടുവ ഇറങ്ങിയപ്പോൾ, അധികം കാലമൊന്നും ആയില്ലല്ലോ, വണ്ടിപ്പെരിയാറിൽ കടുവ ഇറങ്ങിയപ്പോൾ കടുവയെ മയക്കുവെടി വെച്ചു. മയക്കുവെടിവേറ്റ കടുവ കുഴഞ്ഞു വീഴുന്നു. അതിനെ പരിശോധിക്കാനായി അടുത്തേക്ക് ചെന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും വെറ്റിനറി സർജൻ ഉൾപ്പെടെയുള്ള ടീം അതിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ കടുവ അവരെ ആക്രമിക്കാനായിട്ട് എടുത്തു ചാടുന്നു. തുടർന്ന് എന്താണ് സംഭവിച്ചത്? വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാര്, വനം വകുപ്പിലെ ഗാർഡുമാർ നിഷ്കരണമാ കടുവയെ അങ്ങ് വെടിവെച്ചു അല്ലേ? വെടിവെച്ചല്ലോ. ഒരു കമ്മിറ്റിയും രൂപീകരിച്ചില്ല, പ്രത്യേകിച്ച് മുകളിൽ നിന്ന് ഉത്തരവൊന്നും വന്നില്ല, ഒന്നും സംഭവിച്ചില്ല. ആ കടുവയെ വെടിവെച്ച് കൊല്ലാൻ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് യാതൊരു മടിയും യാതൊരു പ്രശ്നവും ഉണ്ടായില്ല. എന്നിട്ട് ഇവിടുത്തെ ഉന്നതനായിട്ടുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ DF ആണെന്നാണ് എൻ്റെ ഓർമ്മ, അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. മനുഷ്യജീവൻ വന്യജീവികളുടെ ജീവനേക്കാൾ, വന്യമൃഗങ്ങളുടെ ജീവനേക്കാൾ വലുതാണ്. മനുഷ്യജീവൻ വന്യമൃഗങ്ങളുടെ ജീവനേക്കാൾ വിലപ്പെട്ടതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ ശരിയാണ്, നമ്മളും അത് തന്നെയാണ് ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് സാധാരണക്കാരായിട്ടുള്ള നമ്മുടെയൊക്കെ ജീവനാണെങ്കിൽ വില കുറയും, വന്യമൃഗത്തിന്റെ ജീവനായിരിക്കും വില കൂടുതൽ എന്നുള്ളതാണ് നമ്മുടെ ജീവിതാനുഭവം. അപ്പൊ ഈ കാര്യത്തിൽ പ്രിയമുള്ളവരെ ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന നിയമങ്ങളൊന്നും വലിയ പ്രശ്നമില്ല. ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയോട് ചോദിച്ചു, അപ്പൊ ഈ വണ്ടിപ്പെരിയാറിൽ കടുവയെ വെടിവെച്ച സ്ഥിതിക്ക് ഈ ഉദ്യോഗസ്ഥന്മാര് അത് ചെയ്തപ്പോൾ നിങ്ങൾ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? അതേപോലെ ഞങ്ങൾ കേസെടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നമ്മുടെ സ്ഥിതി എന്താകും എന്ന് ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ. അപ്പൊ ഇവിടെ രണ്ടു തരം നീതിയാണ്. ഈ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടിൽ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, കർഷകർ, തൊഴിലാളികൾ, അവർ ഈ സഹിച്ചുകൊള്ളണം എന്നാണ്.
ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി ഒരു നിയമം പാസാക്കി. അത് ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയല്ലേ ഇവിടെ പരസ്യമായി. അതിനൊരു ഒരു അംഗീകാരവും കിട്ടാൻ പോകുന്നില്ല, ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല എന്ന് ഇവർക്കറിയാം. പക്ഷേ ജനങ്ങളെ കബളിപ്പിക്കാനായി ഇങ്ങനൊരു പ്രഹസനം നടത്തിയിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, നമുക്ക് നന്നായി അറിയാവുന്ന ആളാണല്ലോ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ. ഈ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, ഇതുപോലൊരു നിയമം ലോകത്ത് മറ്റൊരു രാജ്യത്തുമില്ല. വന്യമൃഗങ്ങൾ ആക്രമിക്കാൻ വന്നാൽ കൈയും കെട്ടി നിന്ന് ഒന്നുകിൽ മരണം വരിച്ചു കൊള്ളണം, അല്ലെങ്കിൽ പരിക്കേറ്റു കൊള്ളണം. നമ്മുടെ കൃഷികൾ നശിപ്പിച്ചാൽ നമ്മൾ നിസ്സഹായരായി കൈയും കെട്ടി നിൽക്കണം എന്നൊരു നിയമം ലോകത്ത് മറ്റൊരു രാജ്യത്തുമില്ല. അദ്ദേഹം പറഞ്ഞു, ഇവിടെ മാത്രമേ ഇങ്ങനെ ഒരു നിയമമുള്ളൂ. നമ്മുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി ഒരു അക്രമി, ഒരു കള്ളൻ, ഒരു കൊള്ളക്കാരൻ നമ്മളെ ആക്രമിച്ച് നമ്മുടെ വസ്തുവകൾ കവരാൻ വന്നാൽ അയാളെ ചെറുക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ പ്രതിരോധിക്കുന്നതിനിടയിൽ അയാൾ മരണപ്പെട്ടാൽ പോലും നമ്മുടെ നിയമപ്രകാരം IPC അല്ലെങ്കിൽ BNS അത് പ്രകാരം നമുക്ക് സംരക്ഷണമുള്ള ഈ നാട്ടിൽ വന്യമൃഗം വന്നാൽ മാത്രം നമുക്കൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന നിയമം അത് ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞത് ഇവിടെ നമ്മൾ പ്രതിപക്ഷമല്ല. ലോകം ആദരിക്കുന്ന, അംഗീകരിക്കുന്ന, ഈ രാജ്യം അംഗീകരിക്കുന്ന പരിസ്ഥിതി വിദഗ്ധനും ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ ആഴത്തിൽ വിലയിരുത്തിയിട്ടുള്ള പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ തന്നെയാണ്. പക്ഷെ ഇതൊന്നും നമുക്ക് ബാധകമല്ല. ഇവിടുത്തെ ഈ മലയോര മേഖലയിലെ ജനങ്ങൾ ഇതെല്ലാം സഹിച്ച് ജീവിച്ചു കൊള്ളണം എന്നുള്ള നിലപാട്, ആ നിലപാട് എന്ന് പറയുന്നത് അങ്ങേയറ്റം ജനവിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ബാധ്യതയുള്ള ഒരു ഗവൺമെന്റ് ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ലാത്തതാണ്. അതിനായി പ്രതിപക്ഷ നേതാവ് എല്ലാ വേദിയിലും പറയുന്നുണ്ട്, UDF അധികാരത്തിൽ വന്നാൽ ശാസ്ത്രീയമായി ഈ വിഷയത്തിന് ശാശ്വതമായിട്ടൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള പദ്ധതികൾ, അതേക്കുറിച്ച് നമ്മൾ കൃത്യമായി ആലോചിക്കുകയും ആ പദ്ധതികൾ തീർച്ചയായിട്ടും നടപ്പിലാക്കുകയും ചെയ്യും. അങ്ങനെ ജനങ്ങൾക്ക് സംരക്ഷണം നൽകും. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ എടുത്തു പോയാൽ ഒട്ടേറെ നേതാക്കന്മാർ വന്നിട്ടുണ്ട്. ഞാനതുകൊണ്ട് ദീർഘമായി പ്രസംഗിച്ചു പോകുന്നില്ല, സംസാരിച്ചു പോകുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ കാപട്യം, ഈ കബളിപ്പിക്കൽ, ഈ അഴിമതിയും ധൂർത്തും കെടുകാര്യസ്ഥത ഇത് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ട ശക്തമായിട്ടുള്ള ഒരു നിലപാടാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി പ്രിയമുള്ളവരെ നമ്മൾ സ്വീകരിക്കേണ്ടതാണ് എന്ന് ആണ് എനിക്ക് വളരെ വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മുടെ നാട്ടിൽ ഇതുപോലൊരു മുഖ്യമന്ത്രിയുടെ അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായി നിഷേധാത്മകമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും തന്നെ കൺപിന്നിലിട്ട് യൂത്ത് കോൺഗ്രസിലെയും KSUവിലെയും പ്രവർത്തകരെ തല്ലിച്ചതച്ചപ്പോൾ അവരുടെ തല ഹെൽമറ്റ് കൊണ്ടും അതുപോലെ തന്നെ ഇഷ്ടിക കൊണ്ടുമൊക്കെ അടിച്ച് പൊളിക്കുന്ന സാഹചര്യം വന്നപ്പോൾ പോലും അതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ച ഒരു മുഖ്യമന്ത്രിയുടെ ഭരണത്തിൽ നമുക്ക് എന്ത് നീതിയാണ് പ്രതീക്ഷിക്കാൻ കഴിയുക? അപ്പൊ അതുകൊണ്ട് ഇതിനൊരു മാറ്റം ഉണ്ടായേ പറ്റും. ആ ഗുണപരമായിട്ടുള്ള മാറ്റത്തിന് വേണ്ടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി നിലകൊള്ളുന്നത്. അതിനുവേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക്, ഭാവി കേരളത്തിന്റെ വികസനത്തിനെല്ലാം വേണ്ടി ഉറച്ച നിലപാട്, ശക്തമായിട്ടുള്ള ഭരണരംഗത്തെ നടപടികൾ അത് ഉറപ്പ് നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തെ വിജയിപ്പിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ആദരണീയനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഈ സംസ്ഥാനത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ പുതുയുഗ യാത്രയുമായി മുന്നോട്ട് വരുന്നത്. അദ്ദേഹം അധികം വൈകാതെ ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തെ സ്വീകരിക്കാനായി കാത്തിരിക്കുന്ന നിങ്ങൾ എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം, ആദരപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, അഭിവാദനം.